നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ സാഖ്യയോഗം അധ്യായമുണ്ട്. സാഖ്യയോഗത്തിൻ്റെ 2 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് കഴിഞ്ഞ ദിവസം. അതായത് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്, അർജുനൻ കൃഷ്ണനോട് ചോദിച്ചതും അർജുനനോട് കൃഷ്ണൻ പറയുന്നതും സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇവിടെ വന്നത്. ശ്രേഷ്ഠരായ ശ്രീരാമചന്ദ്രനും ജനകനുമൊന്നും യുദ്ധമുഖത്ത് തരത്തിലുള്ള ഉദാസീനത കാണിച്ചിട്ടില്ല എന്നും അവരുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് അർജുനൻ്റെ കാഴ്ചപ്പാടുമെന്നൊക്കെ അർജുനനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭഗവാനോട് അർജുനൻ വീണ്ടും ചോദിക്കുന്നു. ശ്ലോകം 4. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇക്ഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന. ഇവിടെ അർജുനൻ ചോദിക്കുന്നത്, ശത്രുനാശകനായ മധുസൂദനോ ഞാൻ പൂജിക്കപ്പെടുന്ന ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യനെയും യുദ്ധത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട് എങ്ങനെ ഞാൻ എതിർക്കും? വീണ്ടും അടുത്ത ശ്ലോകം, ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുണഹൈവ പുഞ്ചീയ ഭോഗാൻ രുദ്രപ്രതിഗ്ധാൻ. ഇത് ശ്ലോകം 5. ഇതിൻ്റെ അർത്ഥം, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, അല്ലയോ മധുസൂദന, മധു എന്ന രാക്ഷസനെ കൊന്നവനാണ് നീ. എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥയല്ല ഇവിടെ എന്ന് സൂചിപ്പിക്കാനാണ് മധുസൂദനൻ എന്ന പേര് അർജുനൻ വിളിക്കുന്നത്. അതുപോലെ കേശി എന്ന രാക്ഷസനെ കൊന്നപ്പോൾ, അസുരനെ കൊന്നപ്പോൾ കേശവനായി. അങ്ങനെ ഭഗവാന് അനേകം നാമങ്ങളുണ്ടായിട്ടുണ്ട്. അത്യന്തം ഉദാരമായ അന്ധകരണത്തോടു കൂടിയവരായ ഈ ഗുരുജനങ്ങളെ കൊല്ലുന്നതിനേക്കാൾ ഭേദം ഭിക്ഷാടനം നടത്തി ഉണ്ണുന്നതാണ്. കാരണം ഗുരുജനങ്ങളെ വധിച്ചിട്ട് നേടുന്നത് രക്തക്കറ പുരണ്ട അർത്ഥഭോഗങ്ങളായിരിക്കും. അർജുനൻ കൃഷ്ണനോട്, ഭഗവാനോട് പറഞ്ഞതാണ്. ഈ വാക്കുകൾ പറയാൻ അർജുനന് പ്രേരണ ലഭിച്ചത് കൗരവ മന്ത്രിയായ സഞ്ജയൻ്റെ ഉപദേശം മൂലമാണെന്ന് മഹാഭാരതം ഉദ്യോഗപർവം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ സഞ്ജയൻ്റെ കപടമായ വാക്കുകൾ ഇതാണ്, നമുക്ക് ശ്രദ്ധിക്കാം. അല്ലയോ യുധിഷ്ഠിര, ഇനി കൗരവർ യുദ്ധം കൂടാതെ നിങ്ങളുടെ രാജ്യം തിരിച്ചു തരുന്നില്ലെങ്കിൽ നിങ്ങൾ പാണ്ഡവരെല്ലാം ഭിക്ഷയാചിച്ച് അന്തക വൃഷ്ണി രാജ്യങ്ങളിൽ വസിച്ചാലും യുദ്ധം നടത്തി ഈ രാജ്യം നേടുന്നതിലും ഉചിതം ഭിക്ഷയെടുക്കലാണ് എന്ന് സഞ്ജയൻ യുധിഷ്ഠിരനോട് പറഞ്ഞ ആ വാക്കുകളുടെ ചൂട് പിടിച്ചാണ് അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അർജുനൻ്റെ ചോദ്യങ്ങൾ തുടർന്നിങ്ങനെ പോവുകയാണ്. ഭഗവാൻ അതിന് ഉത്തരം കൊടുക്കുന്നതുകൊണ്ട് എല്ലാം തുടർന്ന് അങ്ങോട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദിവസം 1-2 ശ്ലോകങ്ങൾ വീതം പോകുന്നതായിരിക്കും ഉത്തമം എന്ന് തോന്നുന്നു. കൂടുതൽ ശ്ലോകങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ നീണ്ടുപോവുകയും നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് 1-2 ശ്ലോകങ്ങൾ വീതം നമുക്ക് ദിവസവും ശ്രദ്ധിക്കുക. അതല്ലേ നല്ലത്. ഏവർക്കും മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.